ഹലോ. എനിക്ക് എങ്ങനെയാണ് ഈ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തത് എന്നൊരു കാര്യം വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ വന്നത്. എനിക്ക് 35 ഇയേഴ്സ് ഓൾഡായിരുന്നു. ഞാൻ അതായത് 2 മാസം മുന്നേ ആണ് ശരിക്കും എനിക്കിത് ഡയഗ്നോസ് ചെയ്തതും കൺഫേം ആയതുമൊക്കെ. അപ്പോൾ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ മാരീഡാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സായി ട്ടോ. അപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് നെഞ്ചിലൊരു ലംബ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴും ഞാനത് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പാലിൻ്റെ എന്തെങ്കിലും എന്തോ പറയുമല്ലോ നമ്മൾ, പാല് കട്ടിയാവുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് തോന്നി കേട്ടോ. പക്ഷേ എനിക്കത് എന്തോ അത് ആദ്യം തൊട്ട ഒരു സമയത്ത് തന്നെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ്, അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല. എന്തോ ഒരു നെഗറ്റിവിറ്റി എനിക്ക് പെട്ടെന്ന് മനസ്സിലൊന്ന് സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് എങ്ങനെയത് ഡിസ്ക്രൈബ് ചെയ്യാന്ന് അറിയാൻ പറ്റുന്നില്ല പലപ്പോഴും. അതായത് അത് വളരെ ചെറിയൊരു ലംബാണ്. പക്ഷെ അത് പ്രസ് ചെയ്താൽ പ്രസ്സാവില്ല, അത് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു ആളുടെ ആ ഒരു സൈസിനനുസരിച്ചുള്ള ഒരു സ്ട്രെങ്ത് അല്ല അതിനുണ്ടായിരുന്നത്. ഒരു ഇരുമ്പ് കട്ടിയൊക്കെ മാതിരി വെച്ചിരിക്കുകയായിരുന്നു അതവിടെ. അപ്പോഴെനിക്ക് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് വെറീഡ് ആവണം, അയ്യോ അതാവോ ഇതാവോ എന്ന് ചിന്തിക്കുന്ന ഒരാളെ അല്ല. പക്ഷേ എനിക്ക് എന്തോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലംബ് എനിക്ക് തൊട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഒരു എന്തോ ഒരു ഇത് മനസ്സിൽ വന്നു കേട്ടോ. എന്തായാലും ഞാൻ പിന്നെ സ്കാനിങ്ങിനൊക്കെ പോയി. സ്കാൻ ചെയ്തപ്പോൾ അത് മോസ്റ്റ്ലി ഫൈബ്രോഡെനോമ ആവാനാണ് സാധ്യത. അതിൽ ചെറിയൊരു ഡൗട്ട് മാത്രം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ഒരു FNAC എന്ന് പറയുമല്ലോ, നമ്മൾ കുത്തിയെടുത്ത് ടിഷ്യൂസ് പരിശോധിക്കുന്ന ഒരു ഇതിൽ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ അതും ചെയ്തു. അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നത് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഓൾമോസ്റ്റ് എല്ലാം നോർമലാണ്. പക്ഷെ എന്തോ ഒരു അബ്നോർമാലിറ്റി, അവർക്ക് ചെറിയൊരു ഡൗട്ട് മാത്രം. അപ്പോഴും ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് വളരെ ചെറിയൊരു ലംബായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് കുത്തിയെടുക്കുന്നത് അങ്ങനെ കിട്ടില്ല. അപ്പം ഇനി അത് സർജറി ചെയ്തിട്ട് തന്നെ ബയോപ്സി ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഡോക്ടർ. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു ഡോക്ടറെ കൂടി കാണിച്ചു. എന്നിട്ട് ഇതുപോലെ അവരും ഈ FNAC പ്രൊസീജിയർ ഒന്നുകൂടി അവർ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടെ ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി നല്ലൊരു സാമ്പിൾ കിട്ടി. എന്നിട്ട് അവരത് FNAC ചെയ്തപ്പോൾ വീണ്ടും അതുപോലെ റിസൾട്ട് വന്നു. അറ്റിപ്പിക്കൽ സെൽസ് ഉണ്ട്, പക്ഷേ ക്യാൻസർ ആണെന്നൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. എന്തായാലും സർജറി ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസിൻ്റെ പ്രീ അപ്രൂവലിനൊക്കെ കൊടുത്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ സർജറി. അപ്പോൾ ആ ഡോക്ടർ ആ ലംബും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ചൊരു മാർജിൻസും കൂടി എടുത്തിട്ട് പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. ആ ബയോപ്സിക്ക് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്നത് ഒരു 10 ദിവസം എടുത്തിട്ടാണ്. ആ ഒരു പീരീഡ് എനിക്ക് ശരിക്കും എന്തോ വല്ലാത്ത എന്തോ ഒരു ടെൻഷൻ ആയിരുന്നു. ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് പരമാവധി എല്ലാം നല്ലതായി വരും എന്നുള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്തോ എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് ആരോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇതിനെ പറ്റിയിട്ട്. എനിക്ക് എന്താ പറയുക, നമുക്കൊരു ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല. എന്തൊക്കെയോ ചിന്തകളിങ്ങനെ വരിക, എന്തൊക്കെയോ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഇറങ്ങാത്തത് മാതിരി തോന്നുക, ചങ്കിൽ ആരോ ഇങ്ങനെ അമർത്തി പിടിച്ചത് മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു എപ്പോഴും കേട്ടോ. എനിക്ക് അത് കഴിഞ്ഞിട്ടാണ്, എന്നിട്ടൊരു റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നു. എന്നിട്ട് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, ഡോക്ടറെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വെച്ചു. അപ്പം ഞാൻ ആകെ പാനിക്കായി. എനിക്ക് പറയാനറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം റിസൾട്ട് വന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ പ്രശ്നം ഉണ്ടെന്നാണല്ലോ. എന്നാൽ ഇവരോട് ചോദിച്ചിട്ട് ഇത് എന്താണ് റിസൾട്ട് എന്ന് ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അത് അങ്ങനെയാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൻ്റെ പോളിസി അനുസരിച്ച് ഒരു റിപ്പോർട്ട് നമ്മൾ ഫോണിലൂടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ.
അതുകൊണ്ടാണ് പേഷ്യൻ്റ് നേരിട്ട് വരാൻ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചത്, അതും ഞാനാണെങ്കിൽ ആ സമയത്ത് നാട്ടിലായിരുന്നു. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വരണത് 2 ദിവസം കഴിഞ്ഞിട്ട് സൺഡേ ഈവനിങ്ങിലാണ് ഞാൻ വരുള്ളൂ. അപ്പോൾ ഈ സൺഡേ ഈവനിങ്ങിൽ വന്നിട്ട് മൺഡേ ഡോക്ടറെ കാണുന്നത് വരെ ഞാൻ ഇത്രയും ടെൻഷൻ എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ആകെ പാനിക്കായിട്ട് ഞാൻ കരയുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചു എന്തുണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒരു പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഉടനെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു. എന്നിട്ട് അവരെന്നെ നല്ല വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഒരു പേഷ്യൻറ്റിനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, ആളെത്ര വറീഡാണെന്ന് അറിയോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഡോക്ടർ തന്നെ ഹസ്ബൻഡിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് പോസിറ്റീവാണ് ബയോപ്സി. അത് അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അത് ഒരു ഫെർദർ ടെസ്റ്റിന്, ഒരു IHC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റിന് അവരത് അമൃതയിലേക്ക് അയക്കട്ടെ എന്ന് ചോദിച്ചു. കാരണം അത് അയക്കുന്നത് അതൊന്നുകൂടി ആ റിസൾട്ട് കൺഫേം ആണെന്ന് ഒന്നും കൂടി അഷ്യൂർ ചെയ്യാനും, പിന്നെ നമ്മുടെ ഈ ക്യാൻസർ സെൽസ് ഏത് ടൈപ്പാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇവാലുവേഷനും കൂടിയിട്ടാണ്. അപ്പോൾ അതിന് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അതൊരു 10,000 10 or 12 ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ പേ ചെയ്തത്. അപ്പോൾ അത് പേ ചെയ്താലാണ് അവർക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഗൂഗിൾ പേയുടെ സ്കാനർ അയക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്തു. അവരത് അപ്പം തന്നെ അന്നേ ദിവസം തന്നെ അവരത് അമൃതയിലേക്ക് അയച്ചു, റിവാലുവേഷന് വേണ്ടിയിട്ടും പിന്നെ IHC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ അവരൊക്കെ അത്രയും പ്രൊആക്റ്റീവായിട്ട് കണ്ടു. ഒരു മിനിറ്റ് പോലും അവർക്ക് വേണമെങ്കിൽ ഞാൻ വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അതുപോലും ചെയ്യാതെ അന്ന് ആ ഹോസ്പിറ്റലുകാർ അതിൻ്റെ വേണ്ട ആക്ഷൻസ് എടുത്തു. കാരണം ഈ ഒരു രോഗത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവർക്കത് അറിയാവുന്നതുകൊണ്ട് അവരത് അങ്ങനെ ചെയ്തു. അങ്ങനെ അതിൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ നോക്കിയപ്പം ഇത് ഒരു ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണെന്ന് പറഞ്ഞു. അതായത് ഇത് പലതരം ക്യാൻസേഴ്സ് ഉണ്ടല്ലോ. ചിലത് ഈസ്ട്രജൻ സെൻസിറ്റീവാണ്, ചിലത് പ്രോട്ടീൻ സെൻസിറ്റീവാണ്. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ, ഇപ്പോൾ ഈസ്ട്രജൻ സെൻസിറ്റീവ് ആയിട്ട് വളരുന്നൊരു ക്യാൻസർ ആണെങ്കിൽ അതിൽ ഈസ്ട്രജൻ്റെ സപ്ലൈ സ്റ്റോപ്പ് ചെയ്താൽ തന്നെ പിന്നെ അതിന് വളരാനുള്ളൊരു ഇത് കുറയും. പക്ഷേ ഇത് എൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നിനും സെൻസിറ്റീവ് അല്ലായിരുന്നു, ട്രിപ്പിൾ നെഗറ്റീവാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. എനിക്ക് കീമോ മാത്രമേ ചെയ്യാനുള്ളൂ. കീമോ, സർജറി, അത് കഴിഞ്ഞാൽ പിന്നെ റേഡിയേഷൻ, അത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ വളരെ എന്താ പറയുക, അപ്പോഴേക്കും പക്ഷേ ഞാൻ ആക്ച്വലി ഞാൻ ആ റിസൾട്ട് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാമായി. പോസിറ്റീവായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാമായി. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇതിൻ്റെ ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല ടെസ്റ്റുകൾ നടക്കുന്നു, നമ്മളതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യണു. അവസാനം റിസൾട്ട് വരുന്നത് സസ്പീഷ്യസ് ആണ്, പക്ഷേ കൺഫേം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തും ആവാലോ, എസ് ആവാം നോ ആവാം എന്നുള്ള രീതിയിലാണ് അത്രയും നാളെ എല്ലാ റിപ്പോർട്ടും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ഒരു എസ് എന്നുള്ളൊരു ആൻസർ കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കാമായി. എനിക്കത് എന്താ പറയുക, ഞാൻ ഹാപ്പിയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് എൻ്റെ അത്രയും നാളത്തെ ആ ഒരു ടെൻഷൻ എന്തോ ഒരു ആശ്വാസം വന്ന പോലെ, എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു. ഇനിയിപ്പോൾ അത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാമെന്ന് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ വളരെ പേടിച്ചിട്ടാണ്. ഹസ്ബൻഡിനോട് ചോദിച്ചു, നീതിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പറഞ്ഞോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടറിനോട് തന്നെ സംസാരിച്ചു. ഞാനിപ്പോൾ വളരെ കൂളായിട്ട് ഈസി ആയിട്ടാണ് സംസാരിച്ചത്. കാരണം ഞാൻ അപ്പോഴേക്കും അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് പല അസുഖങ്ങൾ വരും, നമ്മളത് ചികിത്സിക്കുക, മാറ്റുക എന്നല്ലാതെ വേറൊന്നും എനിക്കിത് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ ചുരുക്കം വേർഡ്സിൽ പറഞ്ഞു പോകണമെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷേ ഏറ്റവും മിനിമം എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോലും ഇച്ചിരി ലെങ്ത് കൂടി വീഡിയോയ്ക്ക്. എല്ലാവരും ഇത് ക്ഷമിക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.